ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. 11 മണിക്ക് ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ ഒരു 9:30 ആകുമ്പോഴെങ്കിലും റൂമിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ റൂമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അരമണിക്കൂർ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് ബസ്സിലാണ്. സലീമിക്ക് പ്രാവശ്യം നാട്ടിലേക്ക് വരുന്നില്ല. ഞാൻ എൻ്റെ അനിയൻ്റെ കൂടെയാണ് പോകുന്നത്. അനിയനും ജോലി ചെയ്യുന്നത് മംഗലാപുരത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ 10:45 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് കേട്ടോ എൻ്റെ അനിയന്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് നാട്ടിലേക്ക് പോകുന്നത്. ഓൻ പിന്നെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴാണ് അവന് ഫോൺ നോക്കുമ്പോൾ ആ സമയത്ത് തന്നെ മാനന്തവാടിയിലേക്ക് ഒരു ബസ് ഉണ്ടെന്ന് കണ്ടു. പിന്നെ ഫുഡെല്ലാം കഴിച്ച് പോകുമ്പോഴത്തേക്ക് എന്തായാലും ആ ബസ് മിസ്സാവും. ഫുഡൊക്കെ ഇനി മാനന്തവാടി എത്തിയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസെല്ലാം വാങ്ങിയിട്ട് ആ ബസ്സിന് തന്നെ പോയി. നല്ല ഫുഡെല്ലാം കഴിച്ച് യാത്ര ചെയ്താൽ ഞാൻ വേഗം ഛർദ്ദിക്കും. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് മാനന്തവാടി എത്തിയിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ മാനന്തവാടി എത്തിയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കപ്പ ബിരിയാണിയും നെയ്റോസ്റ്റും അങ്ങനെ എല്ലാം കഴിച്ചതിന് ശേഷമാണ് പിന്നെ പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.